എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ്, നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, എത്ര കാലമായി നമ്മുടെ ദിലീപും അതിജീവിതയും തമ്മിലുള്ള കേസ് തുടരുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നടിയെ ആക്രമിച്ച കേസിനെ പറ്റി കേട്ടോ ഞാൻ പറയുന്നത്. എത്ര കാലമായി ആ ഒരു കേസ് ഇങ്ങനെ തുടങ്ങിയിട്ട്, അത് ഇതുവരെയും അതിനൊരു റിസൾട്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളത്, അതിനൊരു തീരുമാനം ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നത് കഷ്ടം തന്നെയല്ലേ അല്ലേ? അപ്പോൾ അതേക്കുറിച്ചിട്ട് ഇന്ന് വന്നൊരു ന്യൂസാണ്, ഇത്തിരി മുമ്പ് വന്നൊരു ന്യൂസാണ്, അത് നിങ്ങളെ കൂടി കേൾപ്പിക്കണമെന്ന് തോന്നിയിരിക്കുകയാണ്. അതായത് അതിജീവിത കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ തുറന്നിട്ട കോടതിക്കുള്ളിൽ വേണം ഇനിയുള്ള വാദങ്ങളൊക്കെ നടത്താനുള്ളത് എന്നാണ് പുള്ളിക്കാരത്തി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കിയിട്ട് വരാം. ഈ അടച്ചിട്ട കോടതിയിലെ വാദത്തിന് ശേഷം ഇത് വളരെ തുറന്ന ഒരു ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ ഒരു വാദം കേൾക്കലിലേക്ക് ഈ കാര്യങ്ങൾ പോകണമെന്ന് ആവശ്യപ്പെടാനുള്ള കാരണം എന്തായിരിക്കാം? നടിയെ ആക്രമിച്ച കേസിൽ ഒരു നിർണായക നീക്കമാണ് ഇപ്പോൾ അതിജീവിതം നടത്തിയിരിക്കുന്നത്. കാരണം ഇതിന്റെ ഒരു പ്രൊസീഡിങ്സ്, അതായത് അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു ഇത്രയും നാൾ നടന്നു വന്നത്. വിചാരണ അവസാന ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ അതിജീവിത ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതായത് അടച്ചിട്ട കോടതി മുറിയിലുള്ള വാദം അവസാനിപ്പിക്കണം, തുറന്ന കോടതിയിൽ തന്നെ വാദം നടക്കണം എന്നതാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള പെറ്റീഷനിൽ പറയുന്നത്. ഇനി ഏകദേശം ഒരു മാസത്തോളം മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ അന്തിമവാദത്തിനെടുക്കുക. ഈ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് അതിജീവിത എന്ന നിലയിലാണ്. അതായത് സമൂഹം ഇത്രയും നാൾ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഒരു 5 വർഷം അതിൻ്റെ ഒരു ട്രോമ അനുഭവിച്ചിരുന്നു. പക്ഷേ ഇത് തനിക്ക് നേരെ ഉണ്ടായൊരു അതിക്രമമാണ്. അതിനെ ആ തരത്തിൽ തന്നെ നേരിടേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഇക്കാര്യങ്ങളൊക്കെ തന്നെ ആ സൊസൈറ്റി ആ നിലയിൽ തന്നെ കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് തുറന്ന കോടതിയിൽ വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. താൻ അതിജീവിതയാണ്, താൻ സർവൈവറാണ് എന്ന ആ ഒരു വാക്ക് അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ആ ഒരു കാര്യം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അതിജീവിത വന്നിരിക്കുന്നത്. നേരത്തെ സത്യമാണ് കേട്ടോ, അവർ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അതിജീവിതം തന്നെയാണ്. നമ്മളൊക്കെയാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തകർന്നടിഞ്ഞ് പണ്ടാറടങ്ങാനെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ആ പെൺകുട്ടിക്ക് 100% നമ്മൾ കൂടെ നിന്നേ പറ്റൂ, അവരെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ കേട്ടോ. ഇത്രയും വലിയൊരു, അതുപോലെങ്കിൽ നല്ലൊരു അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടി ആയിരുന്നിട്ട് പോലും ഈ ഒരു വിഷയത്തെ വളരെ സില്ലിയായിട്ടെന്ന് പറയാൻ പറ്റില്ല. അവർ ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നും വന്നിട്ട് ഒന്നും അങ്ങനെ വിട്ടു പറയുന്നില്ലെങ്കിൽ പോലും അവർ മാനസികമായിട്ട് എന്തുമാത്രം പീഡനം അനുഭവിച്ചു എന്ന് എല്ലാവർക്കും ചിന്തിച്ചെടുത്താൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മളൊക്കെ സ്ത്രീകളാണ്, നമുക്കൊന്നും ആ ഒരു ഭാഗം അവരെ അനുഭവിച്ച ആ ഒരു പീഡനം ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. നമ്മളെക്കൊണ്ട് പറ്റില്ല. അതേക്കുറിച്ച് ചിന്തിച്ച് നോക്കാൻ പോലും, വെറുതെ പോലും ചിന്തിക്കാൻ നമ്മളെക്കൊണ്ട് പറ്റില്ല. അപ്പോൾ അത്രത്തോളം വലിയൊരു വിഷമഘട്ടത്തെ തരണം ചെയ്ത് അവർ ഇത്രയും നാൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ ശരിക്കും അതിജീവിത സർവൈവർ എന്ന് വിളിക്കാൻ ഏറ്റവും യോഗ്യതയുള്ളത് അവരെ തന്നെയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്നാൽ പലരും ചോദിക്കും, ഇതിനപ്പുറം പീഡനങ്ങൾ, റേപ്പ് അനുഭവിച്ചിട്ടുള്ള ആളുകളില്ലേ എന്ന്. ആളുകളുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ ഒരാളിനെ പറ്റി പറയുമ്പോൾ മറ്റ് ചുറ്റുമുള്ള എല്ലാവരെയും ചേർത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്ത് തന്നെയാണെങ്കിലും ഇവരുടെ കാര്യം പറയുമ്പോൾ ഇവരെ തന്നെ പറഞ്ഞാൽ മതി. ഈ ഒരു കേസിൻ്റെ പേരിൽ ഞാനൊന്ന് പറയട്ടെ, ഈ ഒരു കേസിൻ്റെ പേരിൽ എത്രയോ തവണ അവർ കോടതി മുറിയിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഓരോ തവണയും ഞാനൊരെണ്ണത്തിൽ വായിച്ചതാട്ടോ, ഓരോ തവണയും കോടതി മുറിക്കകത്ത് വെച്ചിട്ട് അഭിഭാഷകൻ ഓരോ തവണയും ഇവരെടുത്ത് ചോദിക്കുമ്പോൾ എന്താണെന്ന് സംഭവിച്ചത് എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അവരെ കോടതിയിൽ ആളുകളുടെ മുന്നിൽ വെച്ച് ഓരോ തവണയും അന്ന് ആ കാറിലുണ്ടായ ആ ഒരു സംഭവം അവർക്ക് വീണ്ടും 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 വിശദീകരിക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. നോക്കൂ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും അത്, അല്ലേ? ഒന്ന് ഓർത്ത് നോക്കൂ. ഒരിക്കൽ പറഞ്ഞു, 2 വട്ടം പറഞ്ഞു, 3 വട്ടം പറഞ്ഞു. ഇത്രയും വർഷമുണ്ടേ അവരത് ചോദിക്കുകയാണെങ്കിൽ കോടതിയുടെ സാമീപ്യത്തിൽ അവരത് പറഞ്ഞിരിക്കും, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കേസിന് ഒരു പര്യവസാനം എത്രയും പെട്ടെന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. എത്ര വർഷമൊന്നും വച്ചിട്ടാണ് ഈ കേസ് ഇങ്ങനെ നീണ്ടു പോകുന്നത്? എന്താ ഇതിങ്ങനെ നീണ്ടു പോകുന്നതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ മണി പവർ ആയിരിക്കും അതിൻ്റെ കാരണമെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് തന്നെയാണെങ്കിലും, ഇനി എന്ത് തന്നെയാണെങ്കിലും, അല്ലെങ്കിലും ഈ പറയുന്ന നടന് ആവശ്യത്തിലധികം ഇത് കിട്ടാറുണ്ട് ഈ നടന്. ഇപ്പം തന്നെ ശബരിമലയിൽ വന്നപ്പോൾ തന്നെ VVIP
പ്രൊട്ടക്ഷനോടുകൂടിയാണ് പുള്ളിക്കാരൻ കടന്നു വന്നത്. ഹരിവരാസനം മുഴുവനും ചൊല്ലിത്തീരുന്നത് വരെ ഫ്രണ്ടിൽ തന്നെ നിന്നു, ഭഗവാനെ കണ്ടുകൊണ്ടേ നിന്നു. എത്രയോ ഭക്തന്മാർക്ക് അതുമൂലം തടസ്സം നേരിട്ടു ഭഗവാന്റെ ദർശനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം. എന്ത് തന്നെയാണെങ്കിലും ഇനിയെങ്കിലും ഈ നടിക്ക്, ഈ ഇരയാക്കപ്പെട്ട നടിക്ക് എത്രയും പെട്ടെന്ന് പിന്നെ അവരർഹിക്കുന്ന തരത്തിലുള്ള നീതി അവർക്ക് കിട്ടണം. അത് ആ ഒരു കാര്യത്തിൽ ഇനിയെങ്കിലും കോടതി ഇങ്ങനെ അനാസ്ഥത വെച്ച് പുലർത്തരുത്. എത്രയും പെട്ടെന്ന് ഇതുപോലുള്ള കേസുകളൊക്കെ വിധി പറഞ്ഞ് നിർത്തണം. ചുമ്മാ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടോ? വന്നിരിക്കുന്നത് നേരത്തെ കഴിഞ്ഞ ദിവസം അതിജീവിതയുടെ മറ്റൊരു പെറ്റീഷൻ നമുക്ക്, അല്ലെങ്കിൽ മറ്റൊരു കത്ത് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതായത് രാഷ്ട്രപതിക്ക് അയച്ച കത്ത്. അതായത് ഇത്തരത്തിൽ ഈ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ച സംഭവത്തിൽ നടപടി വേണം. വിവിധ കോടതികളിൽ താൻ പോയി, പക്ഷെ അവിടെ നിന്നൊന്നും നീതി കിട്ടിയില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കൂടി ഇത് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പെറ്റീഷൻ രാഷ്ട്രപതിക്ക് കൊടുക്കുന്നതും കണ്ടിരുന്നു. എന്തായാലും വിചാരണ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു പെറ്റീഷൻ വിചാരണ കോടതിയിൽ അതിജീവിത നൽകിയിരിക്കുന്നത്. ശരി രാഗിൻ, വിചാരണ അവസാന ഘട്ടത്തിൽ എത്തുന്ന ഈ വേള അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കോടതിയിൽ എത്തുന്ന തെളിവുകൾ അവിടെ നിന്നും മിസ്സാവുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? വേലി തന്നെ വിളവ് തിന്നുന്ന ഈ പരിപാടിക്ക് ഒരു തടയിടേണ്ട സമയമായിട്ടുണ്ട്. അവർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു സംഭവം കോടതിയിൽ നിന്നാണ് കാണാതെ പോയതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യുക. അതിന് എന്ത് തന്നെയാണെങ്കിലും, ആ വിഷയമൊക്കെ എന്ത് തന്നെയാണെങ്കിലും അതിജീവിതയ്ക്ക് ഇനിയും ഈ ഒരു കേസ് വലിച്ചു നീട്ടിക്കൊണ്ട് പോവാതെ എത്രയും പെട്ടെന്ന് അതിന് സത്യസന്ധമായിട്ട് ഒരു തീർപ്പുണ്ടാകട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. അത് ആ ഒരു സ്ത്രീ അനുഭവിച്ച വേദനയ്ക്ക് അതിനൊരു പരിഹാരം തന്നെ ആവുകയില്ല. എന്നാൽ പോലും അവർക്ക് ആശ്വസിക്കാൻ അത്രയെങ്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി ചെയ്തു കൊടുക്കട്ടെ. ഇത്രയും കാര്യങ്ങളെ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇത്രയും നേരം എൻ്റെ ഈ ഒരു വളവെളുപ്പ് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നമസ്തേ.